ഇത് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന ഒരുതരം ചീരയാണ്. ഇതിന് പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ആ പേരുകളൊക്കെ കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം. ഇനി ചെറിയൊരു പൂവ് അങ്ങനെയുണ്ട്, ധാരാളം ഉണ്ടായിരുന്നു. ഞാനിത് പലതവണയായിട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറിച്ചെടുത്തോണ്ടിരിക്കുക. ഇതിവിടെ ഇഷ്ടംപടി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പച്ചച്ചീരയാണെന്ന് തോന്നുന്നു, അങ്ങനെയാ ഒരു പേര് എനിക്കറിയാവുന്ന. ഇപ്പോൾ തെറ്റാണോന്ന് അറിയില്ല. അപ്പം ഞാനിത് കുറച്ച് പറിച്ചെടുക്കുകയാണ്. ഐഡിയ ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഇത്തിരി കുറവായിരുന്നു. എന്നാലും ഷോർട്സൊക്കെ നിരന്തരം വന്നുകൊണ്ടിരുന്നു. കൂട്ടുകാരുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കുറച്ച് കോഴിക്ക് കൊടുക്കുന്ന ഫുഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് വീണ്ടും ചെയ്യുകയാണ്. ഇത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ഐറ്റം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇലകളാണ് കൂടുതലും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ചീരയാണിത്, പച്ചച്ചീര. ഇത് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന ഒരു ചീരയാണ്. ചില സ്ഥലങ്ങളിൽ ഇത് മനുഷ്യൻ കഴിക്കുന്നതാണ്, തോരനൊക്കെ വെച്ച്. തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കഴിക്കാറുണ്ട്. പിന്നെ ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ ഉള്ളൊരു പണ്ടൊക്കെ കഴിക്കാമായിരുന്നു. ഇപ്പോൾ കഴിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഉണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത്, നമ്മൾ കാബേജ് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. കാബേജാണത്. പിന്നെ ഇപ്പം മീനിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പം അതുകൊണ്ട് ചൂടമീൻ വരെ നല്ല വിലയാണ്. ഈ ചൂടമീനിൻ്റെ തലയാണ്. ഇപ്പം നമ്മൾ ഇന്നലെ 2 ദിവസം മുമ്പ് ചൂടമീൻ മേടിച്ചു. അപ്പോൾ അത് വറുത്ത് വെക്കാൻ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടി വറുത്തതിൻ്റെ ശേഷം ബാക്കിയുള്ള നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ അതിൻ്റെ തലയും ഉടലും കാര്യങ്ങളുമൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ കൂട്ടത്തിൽ കിളിമീൻ ഉണ്ടായിരുന്നു, വലിയൊരു കിളിമീൻ. ഒന്നല്ല, മീനിനെല്ലാം ഭയങ്കര വിലയാണ്. അപ്പോൾ കിളിമീൻ മേടിച്ചതും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ കട്ട് ചെയ്യാതെയാണ് മേടിച്ചത്. നമ്മൾ വീട്ടിൽ തന്നെ വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴുകിയ വെള്ളം ഞാൻ ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം നമ്മൾ ഈ തീറ്റയ്ക്കകത്തോട്ട് അല്പം ഓരോ ദിവസം ഒഴിച്ചു കൊടുക്കും. അപ്പം കോഴിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പം കിളിമീനിൻ്റെ തലയും വാലും അതിൻ്റെ ഉടലും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ചൂടമീനുണ്ട്, പിന്നെ കാബേജുണ്ട്. പിന്നെ നമ്മൾ ഒരു 4 ഗ്ലാസ് 1/2 കിലോയോളം ഗോതമ്പ് പൊടിയും പോട്ടെ, ഗോതമ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇലകൾ പലതരം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തഴുതാമ, നമ്മുടെ മുറ്റത്തൊക്കെ വളരുന്ന ഒരു ആയുർവേദ ചെടിയല്ല, ഒരു ചീരവർഗ്ഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അത് ഇതിനകത്ത് ഒരു 100 ഗ്രാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ചച്ചീരയില, ഇതല്ല, ഇത് വേറൊരു തരം ചീര. പച്ചച്ചീര എന്ന് പറയുന്നത് നമ്മുടെ തോരനൊക്കെ വെക്കുന്നത്, അത് ഒരു 100 ഗ്രാം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. കൂടാതെ പിന്നെ ഇതിനകത്ത് നമ്മൾ കപ്പേല ഒരു 150 ഗ്രാം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്, നൈസ് പൊടിയായിട്ട്. പിന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇലവർഗ്ഗത്തിൽപ്പെട്ട മുരിങ്ങയിലയുണ്ട്. അപ്പോൾ
നമ്മുടെ വീട്ടുമുറ്റത്ത് എന്തൊക്കെ സാധനങ്ങൾ ഇലകളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ കോഴിയുടെ ഫുഡിനകത്ത്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേമ്പല കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 100 ഗ്രാം ചേമ്പല. അപ്പോൾ അങ്ങനെ ഒരു കോഴിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നേരത്തെ ഫുഡ് കൂടിപ്പോയ ഒരു 100 അല്ലെങ്കിൽ ഒരു 100 ഗ്രാമൊക്കെ ആയിരിക്കാം കോഴി കഴിക്കുന്നത്. ഇത്രയും വരുന്നുണ്ടെന്ന് കൂട്ടിക്കും. അപ്പോൾ ഇതിനകത്ത് അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട്. പച്ചിലകളുണ്ട്, പിന്നെ ഗോതമ്പുണ്ട്, പിന്നെ ഫിഷ് 2 തരം ഫിഷ് കഴുകിയ വെള്ളമുണ്ട്. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ഇത്ര ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഗ്രോവർ ചേർക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഗ്രോവറും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതുകൊണ്ട് പഴമുണ്ട്. ഈ പഴം ഇപ്പോൾ തീർന്ന ഇന്നലെ ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചത്. ഇതിൻ്റെ തോല് നമ്മൾ രാവിലെ പുഴുങ്ങി എടുക്കുമ്പോൾ അതിന് മിച്ചം വരുന്ന തോല് അത് കളയത്തില്ല. അതും കൂടി ഞാൻ ഓരോ ദിവസം ഇതിൽ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകളാണ് നമ്മുടെ കോഴികൾക്ക് നമ്മളെന്നും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ കോഴി 1 വർഷമായിട്ടുള്ള ഒരു ബാച്ചുണ്ട്, പിന്നെ ഒരു 4 മാസമായിട്ടുള്ള ഒരു ബാച്ചുണ്ട് ചെറുത്. അപ്പോൾ ഇതിനകത്തെ 1 വർഷമായിട്ടുള്ള ബാച്ച് നമുക്കിപ്പോൾ 2 തവണ മുട്ടയിട്ടു. അപ്പോൾ ആദ്യത്തെ തവണ മുട്ടയിട്ട് തീർന്നു. കുറേ 3-4 കോഴി അടയൊക്കെ ഇരുന്നു. അതിന് ശേഷം വീണ്ടും അതിപ്പോൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ച് ഇതിപ്പോൾ ഒരു 8-10 മുട്ടയോളം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മൾ രണ്ടാമത് മേടിച്ച ചെറിയ സെറ്റ് 13 എണ്ണം, അതിൽ കോഴികളെല്ലാം തന്നെ ഇപ്പോൾ 6 മാസം ആയിക്കൊണ്ടിരിക്കുകയാണ്. 5 മാസമായി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു അരമാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും മുട്ടയിടാൻ തുടങ്ങും. അപ്പോൾ അതിനകത്തും 5-6 എണ്ണം മുട്ടയിടാറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊക്കെ ഉള്ള കോഴിനെ നമ്മളിപ്പോൾ ആവശ്യക്കാർക്കനുസരിച്ച് സെയിൽ ചെയ്യാൻ വേണ്ടി നമ്പറൊക്കെ കൊടുത്ത് സെയിൽ ചെയ്യാനും വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. പല ആൾക്കാരും നമ്മളെ വിളിക്കുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഫുഡൊക്കെ കൊടുത്താണ് നമ്മുടെ കോഴീനെ നമ്മൾ വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിവസത്തിൽ കുറേ സമയം നമ്മൾ മുറ്റത്തൊക്കെ അഴിച്ചു വിടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള റിലാക്സ് കിട്ടുകയും മുറ്റത്തും പറമ്പിലേക്കുള്ള തീറ്റകളും കൊത്തിപ്പെറുക്കി തിന്നുകയും ചെയ്യാം. അപ്പോൾ അതൊരു വൈകുന്നേരത്തെ ഒരു സമയത്ത് മാത്രമേ ഞാൻ അഴിച്ചു വിടുള്ളൂ. കാരണം നമ്മുടെ ഇവിടെ ഒരുപാട് വീടുകൾ ഉള്ള ഒരു ഏരിയയാണ്. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകാതെയാണ് നമ്മൾ നമ്മുടെ കോഴീനെ വളർത്തുന്നത്. അപ്പം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരളവ് കോഴീനെ മാത്രമേ നമ്മൾ വളർത്തുള്ളൂ. ബൾക്കായിട്ട് നമ്മൾ ഒരുപാട് വളർത്തുന്നില്ല. കൂടിപ്പോയൊരു ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ ഉള്ളത് 23 കോഴികളാണുള്ളത്. അപ്പോൾ അതിനകത്ത് അങ്ങനെയുള്ള ഒരു ലിമിറ്റ് വെച്ചാണ് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ അതിനുള്ള ഫുഡ് റെഡിയാക്കിയിരിക്കുന്നു. അപ്പോൾ നല്ലൊരു ഫുഡാണ് നമ്മൾ രാവിലെ കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ സമയം ഉച്ചയോടെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് 2 കിലോകളാണ് എടുത്തിരുന്നത്. അതിലൊരു പകുതി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കോഴിക്കായിട്ട് കൊടുക്കാം. അപ്പോൾ കൂട്ടിനകത്ത് കോഴിയെല്ലാം ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഈ വെളിയിലോട്ട് ഇങ്ങനെ വെച്ചങ്ങ് കൊടുക്കും. അതിന് ശേഷമേ നമ്മൾ കോഴിക്കൂട് തുറക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഓടി വന്ന് എൻ്റെ മേത്തേക്ക് കയറും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ഈ പാത്രത്തിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കും. അപ്പോൾ അവരാവശ്യമായിട്ട് വന്ന് ഫാസ്റ്റായിട്ട് കഴിച്ച് തീർത്തോളും. ഇതൊരു നമ്മുടെ രണ്ടാമത് മേടിച്ച ചെറിയ ബാച്ചിനെ നമുക്ക് തുറന്നു വിടാം. അവർ ഇതങ്ങ് കഴിച്ചോളും. ഇത് നമ്മുടെ ചെറിയ ബാച്ചാണ് എന്ന് പറയുമ്പോൾ ഇപ്പം 4.5 മാസം പ്രായമായി. ഇതിനകത്തിപ്പം പല വെള്ളക്കോഴിയുണ്ട്, അത് മുട്ടയിടാറായിട്ടുണ്ട്. പിന്നെ ഈ പൂവനൊക്കെ ഒരു പൂവനാണ്, കൊക്കയപ്പാണ്ടി. അതൊക്കെ നല്ല വളർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പുള്ളിക്കോഴിയുണ്ട്, കൊക്കയപ്പാണ്ടിയുണ്ട്, പിന്നെ കാപ്പിരിയുണ്ട്, കണ്ടോ തല തൊപ്പിയുള്ള കോഴിയുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള കോഴികൾ നമുക്കിപ്പോൾ ഈ ബാച്ചിനകത്തുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ആൾക്കാർക്ക് സെയിലിനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കോട്ടയം ജില്ലയ്ക്ക് ഉള്ളിലുള്ളവർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നല്ല ഫുഡൊക്കെ കൊടുത്ത് വളർത്തുന്നതാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ കോട്ടയം ജില്ലയ്ക്ക് അകത്ത് ഉള്ളവർക്ക് നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കോഴീനെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യം മേടിച്ച വലിയ കോഴികളുണ്ട്. അപ്പോൾ അതിനകത്തെ പെടേനെ നമ്മളങ്ങ് അഴിച്ചു വിടുക. ഉണ്ടോ?
പൂവനെ അയച്ചു കൊടുത്തില്ല. ഈ പൂവന്മാർ ഭയങ്കര കൊത്താണ്, തമ്മി കൊത്തുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ കൂട്ടിനകത്ത് തന്നെ അമ്മമാരെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അമ്മമാർ ഇതിനകത്തുണ്ട് ഉണ്ടോ. അപ്പോൾ നല്ല മച്ചുറായിട്ടുണ്ട്. ഇതിനെ നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് സെറ്റപ്പാക്കി നടത്തിയിരിക്കുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് എത്താം. ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ. താങ്ക് യു.